വിടരുതേ കണ്ണീരിൻ വഴി പോയിടിലും മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടു നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവും കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവും ഇതേ. കലക്കും കള്ള സഹോദരൻ ചെയ്യുകിലെന്തു ഭയം. ഉള്ളങ്കലക്കും കള്ള സഹോദരൻ വള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം ആശില്ല മണവാട്ടിയായ നിന്നെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്ന് പൊഴിയും ജീവനീരും കുടിക്കും. പാറയിൽ നിന്ന് പൊഴിയും ജീവനീരും കുടിക്കും. പ്രയാണം കഴിവരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ. ആരാധിക്കാം കർത്താവിനെ, ആരാധിക്കാം
യേശു കർത്താവിനെ. ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ, എന്നോടെ താതൻ നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആഹാഹാലേലുയാ, 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 ആഹാഹാലേലുയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവത്തിന് മഹത്വം. എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 13-ാം വാക്യം തൊട്ട്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 15-ാം വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഇനി ആ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, പ്രതിരൂപം, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിലാണ് കാണപ്പെട്ടത്.
അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സാദൃശ്യം, സർവ സൃഷ്ടിക്കും ആദ്യജാതനും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സാദൃശ്യം, പ്രതിമ, പ്രതിരൂപം. അത്രയും നമ്മൾ ഈ വാക്യത്തിൽ അത്രയും നമ്മൾ ചിന്തിച്ചു. ഇനി സർവ സൃഷ്ടിക്കും ആദ്യജാതനും, ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻസ്. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിൽ യേശുവിനെ സൃഷ്ടിച്ചു. യേശു ഒരു സൃഷ്ടിയാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരമുള്ളവൻ എന്നാണ് അർത്ഥമെന്ന് പല വേദപണ്ഡിതരും പറയുന്നു. മാത്രമല്ല, യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേയുണ്ട്. ആദ്യനും അന്ത്യനുമാണ്. ക്രിസ്തുവിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് താഴെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദിജാതൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരമുള്ളവൻ. മാത്രമല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിൻ്റെ പുത്രൻ കന്യകയിൽ ഭൂജാതനായി. തങ്കച്ചി ആൻറ്റി അതൊന്ന് മ്യൂട്ട് ചെയ്യോ കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ കന്യകയിൽ ഭൂജാതനായി. ലൂക്കോസ് 2:6 തൊട്ട്, അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. മത്തായി 1:20 തൊട്ട്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ. കൊളോസ്യർ 1:15, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതൻ എന്നതിനെ പലരും വ്യാഖ്യാനിക്കുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ് യേശു എന്ന രീതിയിലല്ല. എല്ലാ സൃഷ്ടികളുടെയും മേൽ ആധിപത്യമുള്ളവൻ. അക്കാര്യം താഴെ വ്യക്തമായി പറയുന്നുണ്ട്. 15-ാം വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. യോഹന്നാൻ എഴുതിയ 1:3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:3, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം സൃഷ്ടാവാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പസ്തോലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൃഷ്ടാവ് എന്ന രീതിയിലാണ്. സമസ്തവും അവനിലൂടെ, അതായത് യേശുവിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സജീവ് ബ്രദർ കൊളോസ്യർ 1:17 വായിക്കാം. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇനി കൊളോസ്യ ലേഖനം തന്നെ 1:17 ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഈ അർത്ഥത്തിലാണ് ഇവിടെ 15-ാം വാക്യത്തിൽ ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. 17-ാം വാക്യം, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു.
ഹാലേലൂയ. കൊളോസ്യർ 1:16 ഒന്നുകൂടി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൊളോസ്യർ 1:16 കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടി നടത്തുന്നത് ദൈവമാണ്. കൊളോസ്യർ 1:16 ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഫോർ ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബോത്ത് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, വെദർ ത്രോൺസ് ഓർ ഡൊമിനിയൻസ് ഓർ റൂളേഴ്സ് ഓർ അതോറിറ്റീസ്, all things have been created through him and for him. ഇനി നമ്മൾ 16-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊളോസ്യർ 1:16 കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സത്യവേദ പുസ്തകത്തിൽ 16-ാം വാക്യം, സത്യവേദ പുസ്തകം 15-16 വായിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഫോർ ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബോത്ത് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്. കൊളോസ്യ ലേഖനം പൗലോസാണ് എഴുതിയത്. 1-ാം നൂറ്റാണ്ടിൽ ചില ദുരുപദേശകന്മാർ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണ്, ഒരു മാലാഖയെ പോലുള്ള ഒരു സൃഷ്ടി. പക്ഷേ പൗലോസ് വാസ്തവത്തിൽ യേശു ആരാണ്, അവിടുത്തെ മഹത്വം എന്താണ്, അത് കൊളോസ്യ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ചില ദുരുപദേശകന്മാരുടെ സ്വാധീനം നിമിത്തം മാലാഖമാരെ ആരാധിക്കുന്ന ചിലരുണ്ടായി. പക്ഷേ പൗലോസ് പറയുന്നത്, ഈ മാലാഖമാരുണ്ടല്ലോ, അവരെല്ലാം യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശു ഒരു സൃഷ്ടിയല്ല, യേശു ഒരു മാലാഖയല്ല, യേശു മാലാഖയെയും സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഫോർ ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബോത്ത് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്. സൃഷ്ടാവാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു നമുക്കറിയാം. പക്ഷേ തന്നെ ക്രൂശിച്ച പടയാളികളെ സൃഷ്ടിച്ചതാരാണ്? യേശു. തലയിൽ അവർ മുൾമുടി ഇറക്കി അടിച്ചു. ആ മുൾമുടി, ആ ചെടി ആരാണുണ്ടാക്കിയത്? യേശു. സകലത്തെയും യേശുവാണ് സൃഷ്ടിച്ചത്. പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൊടുത്തിട്ടുണ്ട്. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. എല്ലാവരെയും സൃഷ്ടിച്ചത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യർ, ഈ സസ്യങ്ങൾ, കണ്ണു തുറന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത്. കാണുവാൻ കണ്ണും ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എല്ലാം യേശുവാണ് സൃഷ്ടിച്ചത്. ദൃശ്യം മാത്രമല്ല, അദൃശ്യവും. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരുപാട്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ജീവികളുണ്ട്. മാത്രമല്ല വളരെ ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. മാലാഖമാരെ കാണാൻ പറ്റില്ല. അങ്ങകലെ സ്വർഗത്തിലുള്ള സ്വർഗീയ ജീവികളെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ കോടാനുകോടി വസ്തുക്കളെ ക്രിസ്തു സൃഷ്ടിച്ചു. സൂര്യൻ വളരെ വലിപ്പമുള്ള ശക്തിയുള്ള ഒരു ഗോളമാണ്, ഒരു നക്ഷത്രമാണ്. എന്നാൽ മറ്റൊരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ പേര് ആൻറ്റയേഴ്സ്, ANTARES. സൂര്യനേക്കാൾ 60,000 തവണ വലിപ്പമുള്ള ഒരു നക്ഷത്രം. അങ്ങനെ എത്രയോ നക്ഷത്രങ്ങളാണ് ഉള്ളത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം ഇതിനെയൊന്നും കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ അനേകം കാര്യങ്ങളെ ക്രിസ്തു സൃഷ്ടിച്ചു. സൃഷ്ടിക്കുക മാത്രമല്ല, എഫേസ്യ ലേഖനം പറയുന്നത് ശക്തിയുള്ള വചനത്താൽ അവയെ പരിപാലിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. പക്ഷേ എത്രമാത്രം സ്പീഡിലാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്? ഒരു തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ടയുടെ സ്പീഡിനേക്കാൾ 8 ഇരട്ടി വേഗതയിലാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും യാഥാർത്ഥ്യം അതാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ്, നമ്മൾ അറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാത്തതുമായ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു? ഫോർ ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബോത്ത് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്. സജീവ് ബ്രദർ, എബ്രായ ലേഖനം 1:3 വായിക്കാം. എബ്രായ 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. എബ്രായ ലേഖനം 1:3. അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു, എല്ലാറ്റിനെയും സസ്റ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. ആരാണ്? യേശു ക്രിസ്തു. തൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലേക്ക്, പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:16. ആ വാക്യത്തിൻ്റെ തുടക്കത്തിൽ ഓൾ തിങ്സ് വെയർ ക്രിയേറ്റഡ് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. 102 സങ്കീർത്തനം 25 വാക്യത്തിൽ സജി ബ്രദർ, യെശയ്യാ 44:24 വായിക്കാം. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു? ഓക്കെ, ഇനി ഒരു വാക്യം വായിക്കട്ടെ. 102 സങ്കീർത്തനം 25 വാക്യം ഞാൻ തന്നെ ഒന്ന് എടുക്കാം. 102 സങ്കീർത്തനം 25 വാക്യം. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ഇനി സജി ബ്രദർ വായിച്ച യെശയ്യാ 44:24 കൂടി ഒന്ന് വായിക്കണം. യെശയ്യാ 44:24. നിന്റെ വീണ്ടെടുപ്പുകാരനും
ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു? ഏശയ്യ 44:24. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു? യേശുക്രിസ്തു സകലത്തെയും സൃഷ്ടിച്ചു. അപ്പസ്തോലനായ യോഹന്നാൻ പറയുന്നത് 1 യോഹന്നാൻ 3 യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:3. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സമസ്തവും അവനിലൂടെ, ക്രിസ്തുവിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഈ വിശാലമായ പ്രപഞ്ചം, അതിലുള്ള സകലവും സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. 1 കൊരിന്ത്യർ 8:6. 1 കൊരിന്ത്യർ 8:6. എങ്കിലും നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവം സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 കൊരിന്ത്യർ 8:6. എങ്കിലും നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവം സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഇനി യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ കുറിച്ച് താഴെ പറയുന്നു, ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരാണ് ആ കർത്താവ്? യേശുക്രിസ്തു. ഇനി ആ കർത്താവിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. ക്രിസ്തുവിലൂടെയാണ് സകലവും ഉളവായത്. ക്രിസ്തുവിലൂടെയാണ് നാം നിലനിൽക്കുന്നത്. അവിടുത്തെ ശക്തിയുള്ള വചനമാണ് സകല പ്രപഞ്ചത്തെയും നിലനിർത്തുന്നത്. ആരിലൂടെയാണോ സർവം ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. ഇനി വീണ്ടും എഫേസ്യർ 3:9. എഫേസ്യർ 3:9. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. ആ വാക്യമല്ല ഉദ്ദേശിച്ചത്. എബ്രായ ലേഖനം 1:2. എബ്രായ ലേഖനം 1:2. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. പിതാവായ ദൈവം ആർ മുഖേനയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അവനെ അവിടുന്ന്, യേശുവിനെ, പിതാവായ ദൈവം സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. നാം വായിക്കുന്ന വാക്യം, ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യർ 1:16. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 1:10 വായിക്കുന്നു. കർത്താവേ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. എന്തോ ഒരു വലിയ പൊട്ടിത്തെറി നിമിത്തമല്ല ഈ പ്രപഞ്ചം ഉണ്ടായത്. ഒരു സൃഷ്ടാവുണ്ട്.
കർത്താവെ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. ഒരു സൃഷ്ടാവില്ലാതെ സൃഷ്ടവസ്തുക്കൾ ഉണ്ടാകുകയില്ല. ഒരു വീട് വെറുതെ അങ്ങ് ഉണ്ടാകുന്നില്ല. ആ വീട് പണിയുവാൻ ഒരാൾ വേണം, ധാരാളം പണിക്കാർ വേണം. അങ്ങനെയാണെങ്കിൽ ഈ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുവാൻ സർവശക്തനായ കർത്താവ് കൂടിയേ തീരൂ. എബ്രായ ലേഖനം 3-ാം അധ്യായം 3 തൊട്ട്. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ്. ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ, എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ്. ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി, പ്രപഞ്ച വസ്തുക്കളുടെ ഉൽപ്പത്തി. ദൈവം അരുളി ചെയ്തു, അപ്രകാരം സംഭവിക്കുകയാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 20 തൊട്ട്. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ, പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിതാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ഒന്ന് ദിനവൃത്താന്തം, സജീവ് ബ്രദർ, 29-ാം അധ്യായം 11-ാം വാക്യം. 1 ദിനവൃത്താന്തം 29-11 വാക്യം. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാക്യം വായിക്കുന്നു. 1 ദിനവൃത്താന്തം 29-11. 1 ദിനവൃത്താന്തം 29-11. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. വെളിപ്പാട് 5-ാം അധ്യായം 13 തൊട്ട്. അതിനു മുമ്പ് കൊളോസ്യർ 1-16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിന് മഹത്വം. ദൃശ്യമായതും അദൃശ്യമായതും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, കാണാൻ കഴിയാത്തവയുണ്ട്. നമ്മുടെ മനുഷ്യാത്മാവിനെ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. അങ്ങകലെ സ്വർഗത്തിൽ ധാരാളം സ്വർഗീയ ജീവികളുണ്ടെങ്കിലും ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണുകൊണ്ട് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ചില ചെറിയ ജീവികളുണ്ട്, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ. വലിയ ഗോളങ്ങളുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, കോടാനുകൂടി നക്ഷത്രങ്ങൾ വളരെ വലിപ്പമുള്ളതാണ്. വളരെ ചെറിയതിനെയും ദൈവം സൃഷ്ടിച്ചു. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനെയും കാണാൻ കഴിയാത്തതിനെയും. റോമാലേഖനം
സജീവ് ബ്രദർ റോമാലേഖനം അതിൽ പറഞ്ഞിട്ടില്ല. റോമാലേഖനം 1:21 വായിക്കും. കിട്ടിയോ? 1:20. ആ, റോമ 1:20. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ഓക്കെ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ സ്നേഹം ഞാൻ അനുഭവിച്ചു, നിന്ദാനം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കൊളോസ്യർ 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. റോമ 1:20. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ഈ സൃഷ്ടവസ്തുക്കൾ ഒരു കാര്യം വിളിച്ചോതുന്നു: ഒരു സൃഷ്ടാവുണ്ട്. അതുകൊണ്ട് സൃഷ്ടാവില്ല എന്ന് ഒരു മനുഷ്യനും പറയുവാൻ ന്യായമില്ല. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ദൈവമല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. പിതാവായ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അംഗീകരിക്കാത്തവരുണ്ട്. പക്ഷേ സകലവും പിതാവ് പുത്രൻ മുഖേനയാണ് സൃഷ്ടിച്ചത്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ വാക്യത്തിൽ പറയുന്നത്, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ. ഇവിടെ പറയുന്ന സിംഹാസനങ്ങൾ, ആധിപത്യങ്ങൾ, ശക്തികൾ, അധികാരങ്ങൾ എന്താണ് അവ? ഫോർ ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ്, ബോത്ത് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ എർത്ത്, visible and invisible, whether thrones or dominions or rulers or authorities, all things have been created through him and for him. ദൃശ്യമായവയും അദൃശ്യമായവയും ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല എല്ലാ അതോറിറ്റീസും റൂളേഴ്സും ഡൊമീനിയൻസും, ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ ലോകത്തിലെ രാജാക്കന്മാരല്ല, ഭൂമിയിലെ ചക്രവർത്തിമാരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന ഡൊമീനിയൻസ് എന്താണ്? അതായത് ഈ കൊളോസ്യ ലേഖനത്തിൽ തന്നെ
2 അധ്യായം 14 തൊട്ട് എന്താണ് ഡൊമീനിയൻ, ഈ വാഴ്ചകൾ, അധികാരങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. 16 വാക്യത്തിൽ പറയുന്ന ആധിപത്യങ്ങൾ എന്താണ്? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി. ഇനി വീണ്ടും ഈ ആധിപത്യം എന്താണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്? എഫേസ്യർ 6:12 എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കൊളോസ്യ ലേഖനം 1:16 പറയുന്ന ആ ഡൊമീനിയൻസ്, വാഴ്ചകൾ, അധികാരങ്ങൾ, അത് സ്പിരിച്വൽ ക്രിയേഷൻ ഓഫ് ദ വാസ്റ്റ് ഹോസ്റ്റ് ഓഫ് ഹെവൻ. വീണദൂതന്മാരുമുണ്ട്, അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുന്ന മാലാഖമാരുമുണ്ട്. മാലാഖമാർക്ക് ശക്തിയുണ്ട്. വീണദൂതന്മാരാകട്ടെ ഇപ്പോഴുള്ള വിവിധ ഡ്യൂട്ടികൾ ചെയ്യുന്ന വിവിധ അധികാരങ്ങളുള്ള മാലാഖമാരാകട്ടെ, ഈ മാലാഖമാരെയും, അത് വീണുപോയവ ആയിരിക്കാം, അല്ലാത്തവയായിരിക്കാം, അവർക്കുള്ള അധികാരം എന്തു തന്നെയാകട്ടെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് യേശുവാണ്. യേശുവിനോട് സൃഷ്ടിക്കപ്പെട്ടോ, യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ. അന്ന് കൊളോസ്യ സഭയിൽ ഒരുപക്ഷെ ചില ദുരുപദേശകന്മാർ വന്ന് മാലാഖയെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റു ചില സഭകളിൽ ദുരുപദേശകന്മാർ വന്നിട്ട് മാലാഖയെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിന് തെളിവ് ഇതേ ലേഖനത്തിൽ തന്നെയുണ്ട്, കൊളോസ്യ ലേഖനം. പക്ഷേ പൗലോസ് പറയുന്നത് മാലാഖയെ ആരാധിക്കരുത്. കാരണം മാലാഖ ഒരു സൃഷ്ടിയാണ്. മാലാഖയ്ക്ക് അധികാരമുണ്ടായിരിക്കാം, ശക്തിയുണ്ടായിരിക്കാം. പഴയ നിയമത്തിൽ ഒരു മാലാഖയ്ക്ക് തന്നെ 1,00,000-ൽ കൂടുതൽ ആളുകളെ കൊല്ലുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാലാഖയെ, പക്ഷേ എല്ലാ അധികാരവും, മാലാഖയാകട്ടെ, മാലാഖയ്ക്കുള്ള അധികാരങ്ങളാകട്ടെ, എല്ലാം, മാലാഖയാകട്ടെ, മാലാഖമാർക്കുള്ള അധികാരങ്ങളാകട്ടെ, സ്വർഗീയിടങ്ങളിലുള്ള എല്ലാത്തരം അധികാരങ്ങളാകട്ടെ, ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? യേശുവാണ്. അതുകൊണ്ട് മാലാഖയെ അല്ല ആരാധിക്കേണ്ടത്. സജീവ് ബ്രദർ കൊളോസ്യ ലേഖനം 2:14 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അതിനുമ്പ് യെശയ്യാവ് ഉണ്ടായിരുന്നു പാസ്റ്റർ. യെശയ്യാവ് വായിച്ചോ യെശയ്യ. യെശയ്യാവ് 40:9 തുടങ്ങി 12 വരെ. വായിക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. തൻ്റെ ഉള്ളം കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? ഓക്കെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കൊളോസ്യർ 2:18 മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. വിശ്വാസികളെ തന്നെ സൃഷ്ടിയിലേക്ക് ഇന്ന് ചില ക്രിസ്തീയ വിഭാഗങ്ങളിൽ
മാലാഖമാരെ വണങ്ങുന്ന മാലാഖയുടെ പ്രതിമ ഉണ്ടാക്കി വണങ്ങി അതിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ പറയുന്ന മാലാഖമാരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. മാലാഖയെ വണങ്ങുക എന്നാണ് അതിന് അവർ പറയുന്നതെങ്കിലും അത് വചനവിരുദ്ധമായൊരു കാര്യമാണ്. കാരണം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പരിപാടി ഉണ്ടായിരുന്നു. അതിന് എതിരെ ശക്തമായിട്ട് പൗലോസ് സംസാരിക്കുകയാണ്. കൊളോസ്യർ 2:18. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. എല്ലാം മാലാഖമാരടക്കം കർത്താവാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മാലാഖമാരെ ആരാധിക്കാൻ പാടില്ല. കൊളോസ്യർ 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവ, ദൃശ്യവും അദൃശ്യവുമായവ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. കൊളോസ്യർ 2:14-15 വായിക്കാം ബ്രദറെ. അതിക്രമങ്ങളെയൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. എന്താണ് വാഴ്ചകളും അധികാരങ്ങളും? കൊളോസ്യർ 2:14 തൊട്ട് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. പിശാചിന് ശക്തിയുണ്ട്, ദുഷ്ടത പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട്. പക്ഷേ പിശാചിന് ശക്തിയാകട്ടെ എല്ലാം ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ്. ഇപ്പോഴുള്ള നല്ല മാലാഖമാരാകട്ടെ എല്ലാം ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ്. കാരണം സകലവും സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. എഫേസ്യർ 6:12 വാഴ്ചകൾ അധികാരങ്ങൾ എന്താണ്? എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. സകലവും സൃഷ്ടിച്ചത് ആരാണ്? പത്രോസ് പറയുന്നത് 1 പത്രോസ് 3:22. യേശു ക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും, വീണുപോയ ദൂതന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ആർക്ക്? യേശുക്രിസ്തുവിന്. യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. 1 പത്രോസ് 3:22 വായിച്ചത്. അതുകൊണ്ട് കർത്താവിൻ്റെ സൃഷ്ടിയായ മാലാഖയെ ആരാധിക്കാൻ പാടില്ല. മാലാഖയെ ആരാധിക്കുവാൻ യോഹന്നാൻ തുനിഞ്ഞപ്പോൾ അരുത് എന്ന് പറഞ്ഞ് മാലാഖ അത് വിലക്കി. അക്കാര്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. കൊളോസ്യർ 2:10 വായിക്കുന്നു. അതിനു മുമ്പ് റോമാലേഖനം 8:38. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവർക്കോ ശക്തികൾക്കോ നമ്മെ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല. റോമാലേഖനം 8:38. അവിടെയും ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ദൂതന്മാരായാലും അധികാരങ്ങളായാലും വാഴ്ചകളായാലും എല്ലാം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. കൊളോസ്യർ
10. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നാം ധ്യാനിക്കുന്ന വാക്യം മറന്നു പോകരുത്. കൊളോസ്യർ 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാതെ ഒരു പൊട്ടിത്തെറി വഴിയല്ല ഈ പ്രപഞ്ചവും അതിലെ വസ്തുക്കളും ഉണ്ടായത്. കൊളോസ്യർ 2:10. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ ക്രിസ്തുവിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഇനി ബ്രദർ എഫേസ്യ 1:20 തൊട്ട് വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പലതവണ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർ 1:20 തൊട്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. എല്ലാ അധികാരങ്ങളും കൊളോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയാണ് അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇവയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കീഴെയാണ്. അതാണ് എഫേസ്യ ലേഖനത്തിലും പറയുന്നത്. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ, അതായത് യേശുവിൻ്റെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് സകല അധികാരവും കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് പിതാവായ ദൈവം എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക്, യേശുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ, യേശുവിനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാമെങ്കിലും വായിക്കുകയാണ്. ഫിലിപ്പിയ 2:9 തൊട്ട് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും യേശുവിനെ അനുസരിച്ചേ പറ്റൂ. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും. പിതാവായ ദൈവത്തെ ഒഴിവാക്കിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പിതാവായ ദൈവം യേശുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കില്ല. എന്നാൽ പിതാവൊഴികെ സകലവും യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്.
അതുകൊണ്ട് പിതാവായ ദൈവത്തെ ഒഴിവാക്കരുത്. പിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിന് സകല അധികാരവും കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരാണ് യേശുവിന് ഈ അധികാരം കൊടുത്തത്? പിതാവായ ദൈവമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിന് കൊടുത്തത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നത്. 1 പത്രോസ് 3:22. യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് ഒരിക്കലും തൻ്റെ ലേഖനത്തിൽ പിതാവിനെ ഒഴിവാക്കിയിട്ടില്ല. അക്കാര്യം പ്രത്യേകം നാം ഓർക്കണം. ഈ ലേഖനം തന്നെ കൊളോസ്യർ 1:2 ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ചിലർ പിതാവിനെ പൂർണ്ണമായി ഒഴിവാക്കി പുത്രനെ മാത്രം എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ കൊളോസ്യ ലേഖനം തന്നെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന് മാത്രം സ്തോത്രം പറഞ്ഞാൽ പോരാ, പിന്നെയോ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം കൊളോസ്യ ലേഖനം 1:16 നമ്മൾ വായിക്കുന്നത്. കൊളോസ്യ ലേഖനം 1:16. For by him all things were created, both in the heavens and on earth, visible and invisible, whether thrones or dominions or rulers or authorities. All things have been created through him and for him. എല്ലാ അധികാരങ്ങളും സ്വർഗീയ മാലാഖമാരായാലും എല്ലാം യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്ക് അവർ വിധേയമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും. ലില്ലി സിസ്റ്റർ ഒന്ന് മ്യൂട്ടാക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ അധികാരങ്ങളും, കോടാനുകൂടി മാലാഖമാരുണ്ട്, അവരെല്ലാവരും യേശുവിനെ അനുസരിച്ചേ പറ്റൂ. മത്തായിയുടെ സുവിശേഷം 26:51 തൊട്ട്, യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈ നീട്ടി വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരുകയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? വീണുപോയ ദൂതന്മാരാകട്ടെ, ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൂതന്മാരാകട്ടെ, സകലരും എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. കാരണം ക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കെല്ലാവർക്കും കൊളോസ്യർ 1:16 സത്യവേദ പുസ്തകത്തിൽ നിന്ന് 2 തവണ വായിച്ച് ഇന്നത്തെ വചന പ്രബോധനം അവസാനിപ്പിക്കാം. കൊളോസ്യർ 1:16 സത്യവേദ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും
സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും വായിക്കാം. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സജി ബ്രദർ പ്രാർത്ഥിക്കാം. സജി ബ്രദർ മ്യൂട്ടാണ്. ഓക്കെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും നല്ല സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങളെങ്ങനെ ശ്രദ്ധിക്കുന്നു. കർത്താവെ കൊളോസ്യർക്ക് ലേഖത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് അനേകം വാക്യങ്ങളും അതിന് അനുബന്ധ വാക്യങ്ങളും എല്ലാം പഠിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. കർത്താവെ ഓരോ വാക്യവും ഞങ്ങൾ ഹൃദയത്തിൽ അത് വിത്തായി വീണ് കർത്താവെ വചനപ്രകാരം ജീവിക്കുവാൻ വേണ്ടി അധികമായ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകരുമാറാകണമേ. കർത്താവ്, ഇത് അന്ത്യകാലമാകിയാൽ ഞങ്ങൾ എല്ലാവരും വചനത്തിൽ വളരുവാൻ, ക്രിസ്തുവിൻ തലയോളം വളരുവാൻ, കർത്താവെ ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളൊന്നും പെടാതെ കർത്താവെ ദൈവവചനത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ട അധികമായിട്ട് കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഈ വചനങ്ങളെ പൊരുൾ തിരിച്ച് പറഞ്ഞു തരുന്ന ദാസനെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ദാസനെ കൂടെ പ്രവർത്തിക്കുമാറാകണമേ. കർത്താവെ വന്ദിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെല്ലാം കേട്ടതായിട്ട് സ്തോത്രം, മഹത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് സകല വിശുദ്ധരോട് ഇരിക്കുമാറാകട്ടെ. ഇത്രത്തോളം അത്ഭുതകരമായി നമ്മളെ താങ്ങി നടത്തിയ കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരുമാറാകണം. എല്ലാവരെയും കർത്താവ് കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. ദൈവകൃപയും സമാധാനവും എല്ലാവരും നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി അനുഭവിക്കാൻ ഇടയാകട്ടെ.